ഓരോ സീസണിലും അടുപ്പിച്ച് പറയുകയാണെങ്കിൽ സീസൺ 4 FF അങ്ങനെ കുറേ സംഭവങ്ങളായിരുന്നു. നിലത്ത് പറക്കി ചവിട്ടിയിട്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥ. സീസൺ 5 പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ് ആയിരുന്നു നിലത്ത് ചവിട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ. കാരണം ഒന്ന് പറഞ്ഞ് രണ്ടാം വാക്കിന് പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ് എന്ന് പറഞ്ഞ് മെഴുകുമായിരുന്നു. ഇത്തവണ ഗബ്രി കൊണ്ടുവന്നിരിക്കുന്നത് വളരെ ഊച്ചാളിത്തരം എന്ന് തന്നെ പറയാം. ഫൈറ്റ് നടക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ഈവൻ കഴിഞ്ഞ തവണ നമ്മുടെ റോക്കിയും സിജോയും കൂടി സംസാരിക്കുമ്പോഴും ക്ലോസ് ആയിട്ട് നിന്നാണ് ഇങ്ങനെ സംസാരിച്ച് വന്നത്. അതങ്ങനെയാണ് വഴക്കിടുമ്പോൾ അവിടെ അതിനകത്തേക്ക് വേറെ ഇങ്ങനെ ഇത്രയും ഡിസ്റ്റൻസിലൊന്നുമല്ല സംസാരിച്ച് പ്രൊവോക്ക് ചെയ്ത് കയറി ഇങ്ങനെ വരും. അപ്പോൾ ഇന്ന് നമ്മുടെ ജിൻഡോയും ഗബ്രിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സംസാരമല്ല വഴക്കടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ മാതിരി മണ്ടനാണെങ്കിൽ ഇതൊക്കെ ഒരുമാതിരി എന്താ പറയുക ഭീരുക്കൾ ഉപയോഗിക്കുന്ന വാക്കുകളാണിത്. ഈ പറഞ്ഞ മാതിരി അതിൻ്റെ ഉള്ളിൽ ഒരു തേങ്ങയും ചെയ്യാൻ പറ്റില്ല, ചെയ്താൽ പുറത്താവുന്നുള്ള കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഗബ്രി ഒന്ന് പറഞ്ഞ് രണ്ടാം വാക്കിന് ആണെങ്കിൽ പറയടാ എന്നാൽ ലാലേട്ടൻ ചോദിക്കണം എന്ന് തന്നെ ഞാൻ പറയും. കാരണം എന്തിനാണ് ഈ ജെൻഡർ ഇങ്ങനെ എടുത്തിരുന്നത്? പെണ്ണുങ്ങളുടെ അടുത്ത് പോയിട്ട് പെണ്ണാണെങ്കിൽ പറയടാ എന്നുള്ള വർത്താനം പറയുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ക്ലോസ് ആയിട്ട് നിന്നപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ ജിൻഡോണ സ്ഥാനത്ത് ഞാനാണെങ്കിലും എന്തേന്ന് ചോദിക്കുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ക്ലോസ് വന്ന് കഴിയുമ്പോൾ എന്താ ലിപ് ലോക്ക് ചെയ്യാൻ പോവാണോ അതേന്നുള്ളൊരു വർത്താനം ജിൻഡോയുടെ ഭാഗത്ത് വന്നപ്പോഴേക്കും തുടങ്ങി സെക്ഷൽ അസോൾട്ട്, സെക്ഷലി എന്നെ അത് ചെയ്തു, പീഡിപ്പിക്കാൻ നോക്കി. ഗബ്രിക്ക് നാണല്ലേ? എനിക്ക് അറിയാൻ പലതുണ്ട് എന്ത് മാട്ട ഗെയിം സ്ട്രാറ്റജിയാണ്. നെഗറ്റീവ് ആയാലും ആൾക്കാർ ശ്രദ്ധിക്കണം, അറ്റൻഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നെഗറ്റീവ് ആവുമോ? അവനോട് ഒരു ക്യാരക്ടറും ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ അല്ലേ അവിടെ ഇല്ലാതാവുന്നത്. ജിൻഡോനെ പേഴ്സണലി ഇൻസൾട്ട് ചെയ്യായിരുന്നു ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഗബ്രി ഇങ്ങനത്തെ ഒരു സെക്ഷൽ അസോൾട്ട് അല്ലെങ്കിൽ പീഡിപ്പിക്കാൻ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൻ്റെയൊക്കെ അർത്ഥം എവിടെ ചെന്ന് വീഴുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഗബ്രി സത്യം പറഞ്ഞ ഓഞ്ഞ കളിയെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ എന്തായാലും നാണം കെട്ടു. ഇനിയിപ്പോൾ അങ്ങോട്ട് തേഞ്ഞോട്ടെ എന്നുള്ള രീതിയിലാണ് ആറ്റിറ്റ്യൂഡ് എടുക്കണതെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഇത്രയും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു ടോക്കിൽ അത് ഏതൊരു മനുഷ്യനും അറിയാവുന്ന കാര്യമാണ്. എന്താടാ പൊടാന്നുള്ള രീതിയിൽ നമ്മൾ അത്രയും ബ്രേസ് ആയിട്ടിരിക്കുന്ന സമയത്ത് ചോദിക്കും. അതേപോലെ തന്നെയാണ് ഉണ്ടായത്. എന്തേന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടാവും. അതൊക്കെ ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പോഴേക്കും അത് എടുത്തിട്ട് ഫിസിക്കൽ മറ്റേ സെക്ഷൽ ഇത് ചെയ്തു, പീഡിപ്പിക്കാൻ നോക്കി. എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ലോജിക്കില്ലാത്ത ഫൈറ്റും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഒരു സാമാന്യ വിവരവും ബോധവും വെളിവും വേണ്ടേ? എനിക്കറിയില്ല. ഈ എന്താ പറയുക ഒരു പ്രോർബുണ്ട്, അത് ഞാനിപ്പോൾ പറയുന്നില്ല. അത് ലാലേട്ടൻ വന്ന് എന്തായാലും ചോദിക്കണം. ഇതേപോലത്തെ ക്ലീശ കാര്യങ്ങളൊന്നും ബിഗ് ബോസ് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് എടുക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നമുക്ക് എക്സ്പീരിയൻസിലൊരു ഷോ ആയതുകൊണ്ട് തന്നെ. പക്ഷെ അവർ ഈ സംഭവത്തിനെ കണ്ടന്റായിട്ട് നല്ല രീതിയിൽ ഏറി പറത്തുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ഗബ്രി അതുകൊണ്ട് തന്നെ തേഞ്ഞൊട്ടുകയും ചെയ്യും. ഒട്ടി ചുമരിൻ്റെ ഉള്ളോട്ട് പോകാറായിട്ടും ഗബ്രിക്ക് ബോധം വയ്ക്കുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് സങ്കടം വരുന്നത്.